മധ്യപൗരസ്ത്യ പ്രദേശത്തെ സ്ഫോടനാത്മകമായ അന്തരീക്ഷം ഇപ്പോൾ വളരെ ലോകത്തിൻ്റെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണക്കാരാരാണ്? കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം. ഹിസ്ബുള്ളയുടെ നേതൃത്വം ഇസ്രായേലിനെതിരെ തിരിഞ്ഞതിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം. പക്ഷേ അതൊക്കെ മാറി നിൽക്കട്ടെ. ആ മേഖലയ്ക്ക് പുറത്തുള്ള, കറക്റ്റ് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മുസ്ലിം രാജ്യം ഇറാനെ മനസ്സിലാക്കാതെ ഈ സംഘർഷത്തെ നമുക്ക് മനസ്സിലാക്കാനാവില്ല. ആ സംഘർഷത്തിന് പരിഹാരമാർഗങ്ങൾ തേടാനാവില്ല. അതുകൊണ്ട് ഇപ്പോൾ മൂർച്ഛിച്ചു നിൽക്കുന്ന ഈ സംഘർഷത്തിൻ്റെ പിന്നിൽ ഇറാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും ഇന്ന് ഈ നിമിഷം ഇറാൻ അനുഭവിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളും കൺഫ്യൂഷനും എല്ലാമാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. അപ്പോൾ നമുക്കറിയാം 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷാ പഹൽവി രണ്ടാമനെ പുറത്താക്കിക്കൊണ്ട്, അമേരിക്ക അനുകൂല ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ട് അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് അവിടെ രൂപീകൃതമായി. അപ്പോൾ ആധ്യാത്മിക ആചാര്യനായി അയത്തുള്ള ഖൊമേനി തുടരുകയും ഇപ്പോൾ അയത്തുള്ള അലി ഖമനി ആണിപ്പോൾ ഏറെക്കാലമായി. അതിനോടൊപ്പം തന്നെ ജനാധിപത്യപരമായ രീതിയിൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി ഒരു പ്രസിഡൻറ്റിനെ നിയമിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അതാണല്ലോ ഇറാൻ്റെ രീതി. ഒരു ജനാധിപത്യ രാജ്യമാണ്. മുസ്ലിം ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് അത്യപൂർവമായി, ആ പ്രദേശത്ത് അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ. ഇല്ല എന്ന് പറയുന്നില്ല, മാറിയും തിരിഞ്ഞും എല്ലാം തന്നെ സിറിയയിലും അതുപോലെ ഈജിപ്തിലും ടുണീഷ്യയിലും അൾജീരിയയിലും എല്ലാം ജനാധിപത്യ ക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഏകാധിപത്യത്തിന് വഴിമാറുന്ന ഒരു അന്തരീക്ഷം. ഇറാനിലും ഒരു പരിധിവരെ ഏകാധിപത്യം എന്ന് പറയാനാവില്ല, ഒരു തരം ഗൈഡഡ് ഡെമോക്രസിയാണ്. അവിടെ പ്രസിഡൻ്റുണ്ട്. പക്ഷേ പ്രസിഡൻറ്റിനേക്കാൾ ശക്തൻ ഇപ്പോൾ ആധ്യാത്മിക നേതാവായ അയത്തുള്ള അലി ഖമനിയാണ്. ഇപ്പോൾ ഏറ്റവും വൈകി വരുന്ന വാർത്തയനുസരിച്ച് അയത്തുള്ള അലി ഖമനി ഇപ്പോൾ സുരക്ഷിതമായ താവളത്തിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു, തൽക്കാലത്തേക്കെങ്കിലും. ഈ അവസ്ഥ ഇറാന് എങ്ങനെ സംഭവിച്ചു? അതേക്കുറിച്ചൊരു അന്വേഷണമാണ് ഈ വീഡിയോ. നമുക്കറിയാവുന്നതുപോലെ അറബികളും ഇസ്രയേലും തമ്മിൽ പ്രശ്നമുണ്ട്. അത് ചരിത്രപരമായ പ്രശ്നമാണ്. അബ്രഹാമിക സമയം മുതലുള്ള രണ്ട് ജനതകൾ, ഈ ജനതകൾ തമ്മിൽ ഒന്നിക്കാതെ വരുന്നതിന് ചരിത്രപരവും ഭൗതികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ അനേകമാണ്. ലോക രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വിഷയം തന്നെയാണ് അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റ്. അതിൽ ഇറാന് നേരിട്ട് പങ്ക് ഉണ്ടാകണമെന്നില്ല. കാരണം ഇറാൻ ഒരു അറബി രാജ്യമല്ല. ഇറാൻ ഒരു ഷിയ രാജ്യം, അറബി മേഖലയ്ക്ക് തൊട്ട് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനെ പോലെ, അഫ്ഗാനിസ്ഥാനെ പോലെ നോൺ അറബിയായ ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം വിപ്ലവത്തിന് ശേഷം, 79 വിപ്ലവത്തിന് ശേഷം അമേരിക്കയെയും ഇസ്രയേലിനെയും ശത്രുതാപരമായി കാണുന്നൊരു സമീപനമാണ്. അത് അവരുടെ യാഥാർത്ഥ്യ ബോധമാണ്, അവരുടെ ഐഡിയോളജി അനുസരിച്ച് അങ്ങനെയാണ്. ഈ പാശ്ചാത്യ ഡെമോക്രാറ്റിക് ക്രമത്തെയും രീതികളെയും അംഗീകരിക്കാനാവില്ല. അതുമാത്രമല്ല, ഇസ്രയേൽ സയനിസ്റ്റ് രാജ്യമായി, അതായത് ഭീകരതയിലൂടെ നിലവിൽ വന്ന അവിടുത്തെ ആളുകളെ, അവിടുത്തെ പലസ്തീനിയൻസിനെ പുറത്താക്കിക്കൊണ്ട്, അവരുടെ ഭൂമി കവർന്നെടുത്തുകൊണ്ട് ആ പ്രദേശത്ത് രൂപീകരിച്ച, ബലം പ്രയോഗിച്ച് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും യൂറോപ്യൻ സമൂഹത്തിൻ്റെയും എല്ലാം പിന്തുണയോടുകൂടി ബലപ്രയോഗത്തിലൂടെ നേടിയെടുത്ത ആ ഒരു രാജ്യത്തിൻ്റെ അസ്തിത്വം ഇറാൻ അംഗീകരിക്കുന്നില്ല. അതാണ് ഇവിടെ വിഷയം. എന്നാൽ അറബി ലോകത്ത് ഒന്നൊന്നായി ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ഒരു നയം, അത് അബ്രഹാമിക കരാറുകളിലൂടെ അതെല്ലാം ചെയ്യുമ്പോഴും ഇസ്രയേലിനെ ഞെരുക്കുന്ന ഒരു നയമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അതവരുടെ പ്രത്യയശാസ്ത്രമാണ്, അതവരുടെ കൺവിക്ഷനാണ്, അതവരുടെ നിയോഗമാണ്. അങ്ങനെയാണ് യമനിലെ ഹൂതി വിമതരും അതുപോലെ ഷിയ മിലിഷ്യയായ ഹിസ്ബുള്ള, ലെബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയും എന്തിന് ഹമാസ് എന്ന അവർ കൂടുതലും സുന്നി വിഭാഗക്കാർ തന്നെയാണ്, പലസ്തീനിയൻ പോരാളികളായ ഹമാസും എല്ലാം തന്നെ, അതുപോലെ സിറിയയിലും അതുപോലെ ഇറാഖിലുമുള്ള വിവിധങ്ങളായ മിലിഷ്യകൾ, ഇവരെല്ലാം തന്നെ സഹായിക്കുന്നത് ആയുധങ്ങൾ നൽകി, സാങ്കേതികവിദ്യ നൽകി, പണം നൽകി, ട്രെയിനിങ് നൽകി സഹായിക്കുന്നത് ഇറാനാണ് ചരിത്രപരമായി. ഇതാണ് കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടായി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും തന്നെ സ്റ്റേറ്റ്സ് അല്ല. ഇറാൻ ഒരു സ്റ്റേറ്റാണ്, രാഷ്ട്രമാണ്. മറ്റെല്ലാം തന്നെ ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഉൾപ്പെടെയുള്ളത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന ഗണത്തിൽ വരും. രാഷ്ട്ര ഇതര
സായുധ സംഘങ്ങൾ, വെൽ ട്രെയിൻഡ് ആയതും അല്ലാത്തതുമായ ആളുകൾ. ഇവരുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് മിക്കതും ഇസ്രയേലിനെതിരെയുള്ള ഒരു ആക്രമണത്തിനുള്ള ഉപാധികളായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇറാൻ നേരിട്ട് രംഗത്ത് വരാതെ ആക്രമണത്തിന് ഉപാധിയായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹമാസിനെ ഏതാണ്ട് വലിയൊരു വിഭാഗം എലിമിനേറ്റ് ചെയ്തു. പക്ഷേ ഹമാസിൻ്റെ തടവിൽ തന്നെയാണ് ഇസ്രയേലിലെ ഒരു 100ഓളമെങ്കിലും ബന്ദികൾ. അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെടാനാവില്ല. എങ്കിലും ഹമാസിൻ്റെ കേപ്പബിലിറ്റീസ് ഡെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തിയും വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു. ഹമാസിനേക്കാൾ ഏറെ ശക്തമാണ് ഹിസ്ബുള്ള. അത് എപ്പോഴും നമുക്ക് ഓർക്കാവുന്ന ഒരു പോയിന്റാണ്. ഹമാസിനേക്കാൾ 6-7 മടങ്ങ് ശക്തിയുള്ള ഒരു സായുധ സംഘമാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്ക് ഏതാണ്ട് 100,000-ഓളം പോരാളികളുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ടോപ്പ് ലീഡർഷിപ്പ് നശിച്ചുപോയി എങ്കിൽ പോലും, കൊലപ്പെട്ടു എങ്കിൽ പോലും, അതുപോലെ 10-ലധികം കമാൻഡർമാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പലതരം ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ വകവരുത്തിയത്. ഇതെല്ലാം വസ്തുതയായി നിൽക്കുമ്പോഴും അവരുടെ ആയുധ ശേഖരം, വളരെ വലിയ ആയുധ ശേഖരമുണ്ട് ഹിസ്ബുള്ളയ്ക്ക്. അതെല്ലാം എത്തിയത്, സിംഹഭാഗവും എത്തിയത് ഇറാനിൽ നിന്നാണ്. ഇറാനിൽ നിന്ന് എങ്ങനെയാണ് ആയുധങ്ങൾ എത്തുന്നത്? ഇറാന് ശക്തമായ നാവിക സാന്നിധ്യമുണ്ട്. അപ്പോൾ ചെങ്കടലിലും പേർഷ്യൻ ഗൾഫ് മേഖലയിലും അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ മേഖലയിൽ പോലും ഇറാൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ചെറിയ തോതിലെങ്കിലും കടൽ വഴി കൊണ്ടുവരാൻ കഴിയും. കാരണം ബെയ്റൂട്ട് തുറമുഖത്തേക്ക് അല്ലെങ്കിൽ ലെബനൻ്റെ തുറമുഖങ്ങളിലേക്ക് തീർച്ചയായും ആയുധങ്ങൾ കപ്പൽ വഴി ചരിത്രപരമായി, ഇപ്പോഴല്ല, ഈ സംഘർഷ സമയത്ത് കപ്പലുകൾക്ക് വരാനാവില്ല, പക്ഷേ അതിനു മുൻപ് ഘട്ടം ഘട്ടമായി കൊണ്ടുവന്നിരുന്നു. അത് മാത്രമല്ല ലെബനൻ്റെ അതിർത്തി രാജ്യമായ സിറിയയിലൂടെ വേണമെങ്കിൽ ആയുധങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും. സിറിയയുടെ പല മേഖലകളിലെ മിലീഷ്യകളിലൂടെ കൺട്രോൾ ചെയ്യുന്നത് ഇറാൻ തന്നെയാണ്. അങ്ങനെയും സാധിക്കും. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങളുടെ ഷോർട്ട് സപ്ലൈ ഉണ്ട്. ഹിസ്ബുള്ളയ്ക്ക് അത്രയധികം ഷോർട്ട് സപ്ലൈ ഇല്ല. ഹിസ്ബുള്ളയുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാനുമായി നേരിട്ട് സംസാരിക്കാനാവുന്നില്ല എന്നതാണ് ഇപ്പോൾ ഈ നിമിഷത്തെ കാതലായ വിഷയം. അതെന്താണ് അങ്ങനെ? നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ തുടക്കം കുറിച്ചത്, നാന്ദി കുറിച്ചത് പേജർ ആക്രമണത്തിലൂടെയാണ്. പേജറുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പേജറുകൾ ഉപയോഗിക്കുന്ന വളരെ പ്രാകൃതമായ, വളരെ പരിമിതമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പേജറുകൾ ഡിറ്റക്റ്റ് ചെയ്യാൻ ഇസ്രയേലി ചാരക്കണ്ണുകൾക്ക്, മൊസാദിൻ്റെ കണ്ണുകൾക്ക്, സാറ്റലൈറ്റ് സർവൈലൻസിന് കഴിയില്ല എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഹസൻ നസറുള്ള തൻ്റെ ഹിസ്ബുള്ള അനുയായികളോട് പറഞ്ഞത്, നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, ഇസ്രയേൽ ട്രാക്ക് ചെയ്യും, നിങ്ങളെ ബോംബ് ചെയ്യും. എവിടെയാണോ ബോംബ്, എവിടെയാണോ മൊബൈൽ ഉപയോഗം, ആ സിഗ്നലുകൾ പിടിച്ച് തേടി വന്ന് ആ നിമിഷം നിങ്ങളെ ബോംബ് ചെയ്യും. അതൊഴിവാക്കാൻ വേണ്ടി നിങ്ങൾ 1 വേ കമ്മ്യൂണിക്കേഷനുള്ള അല്ലെങ്കിൽ 2 വേ കമ്മ്യൂണിക്കേഷനുള്ള ടെക്സ്റ്റ് മെസ്സേജായ പേജറുകൾ ഉപയോഗിക്കുക. ആ പേജർ സംവിധാനം മൊത്തമായി ഒരു നിമിഷം പൊട്ടിത്തെറിക്കുകയാണ് 6-7 ദിവസം മുൻപ്. അതിന് പിന്നിൽ ഇസ്രയേലാണ് എന്നത് സുവ്യക്തമാണ്. ഇസ്രയേൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ പോലും ആ പേജർ ആക്രമണത്തിൽ മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങിൽ അത് ആ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു, എയർ കണ്ടീഷണറുകൾ പൊട്ടിത്തെറിക്കുന്നു, സോളാർ പാനലുകൾ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ഇസ്രയേൽ ഒരു ദിവസം ചെയ്തൊരു കാര്യമല്ല. മൊസാദിൻ്റെ ഭാഗത്ത് ഒരു ദിവസം പ്ലാന്റ് ചെയ്ത ബഗ്ഗുകളോ അല്ലെങ്കിൽ ഉപകരണങ്ങളോ ചിപ്പുകളോ അല്ലിത്. ഇത് ഏറെ പണിപ്പെട്ട് വർഷങ്ങളായ പ്ലാനിങ്ങിൽ ചെയ്തൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇനി കൺട്രോൾ, കമാൻഡ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഹിസ്ബുള്ളയ്ക്ക് പ്രവർത്തിക്കാനാവുക? അതിൻ്റെ അഭാവം കൊണ്ട് അവർ തമ്മിലുള്ള കോർഡിനേഷൻ, ഹിസ്ബുള്ള എന്നത് പരിമിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയാണ്. ഏത് തീവ്രവാദ സംഘടനയെ പോലെയും സ്റ്റേറ്റിനാണെങ്കിൽ മറ്റു ഉപാധികളുണ്ടാകും. അവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെയാണ് ആ പത്തിക്ക് തന്നെയാണ് ഇസ്രയേൽ അടിച്ചത്. അപ്പോൾ അങ്ങനെ ആ നെറ്റ്വർക്കിൻ്റെ പതനത്തെ തുടർന്നുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോയി. വെപ്പൺസ് ഉണ്ട്, അത് പൂർണ്ണമായി നശിച്ചിട്ടില്ല. വലിയ ആക്രമണങ്ങളിലൂടെ ബങ്കറുകളിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരുപാട് കവചിത വാഹനങ്ങളും ടാങ്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും അമ്യൂണീഷൻസും എല്ലാം നശിപ്പിച്ച് കാണും. പക്ഷേ വലിയൊരു ശേഖരം ഇപ്പോഴും ഹിസ്ബുള്ളയുടെ കൈവശം ഉണ്ടാകാനാണ് സാധ്യത. പക്ഷേ അത് ഉപയോഗിക്കാൻ തക്ക ഒന്ന് അതിൻ്റെ നേതൃത്വം ഇപ്പം നശിച്ചിരിക്കുന്നു, അതില്ലാതായിരിക്കുന്നു. ഇനി പുതിയ നേതൃത്വം ഉണ്ടാകണം. ഒരുപാട് കമാൻഡർമാർ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ കൊണ്ടുവരുന്ന അറിവ് വളരെ വളരെ പ്രധാനമാണ്. ഇസ്രയേലിൻ്റെ നെറ്റ്വർക്കിനെ കുറിച്ച് അറിവുള്ള വലിയ നേതൃത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണൊന്ന്. 2, ഇറാനുമായി തങ്ങളുടെ യജമാനന്മാരായ, തങ്ങളുടെ വലിയേട്ടന്മാരായ, തങ്ങളുടെ സംരക്ഷകരായ ഇറാനുമായി എങ്ങനെയാണ് ആശയവിനിമയം നടത്തുക? ഇതേ സമയം ഇറാനും അങ്കലാപ്പിലാണ്. ഇറാൻ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി വിമാനാപകടത്തിലാണ് മരിച്ചത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ
പേജർ പൊട്ടിത്തെറിച്ചിരിക്കാൻ, അദ്ദേഹം ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ള പേജർ പൊട്ടിത്തെറിച്ച് ആ ഒരു ഹെലികോപ്റ്റർ അപകടം ഉണ്ടായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഇറാൻ്റെ ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം ഇസ്രയേലിൻ്റെ കണ്ണിലെ കരടാണ്, അവരുടെ ടാർഗറ്റാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ. അതെല്ലാം മാറി നിൽക്കട്ടെ, ഇറാൻ്റെ പരമോന്നത നേതൃത്വമായ ആയത്തുള്ള അലി ഖമനിക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇതിന് പേര് സായുധ ഭാഷയിൽ പറഞ്ഞാൽ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറയും. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ്റെ കേപ്പബിലിറ്റിയെ, അത് ഹ്യൂമൻ കേപ്പബിലിറ്റി ആകട്ടെ, ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ആകട്ടെ, ന്യൂക്ലിയർ കേപ്പബിലിറ്റി ആകട്ടെ, കൺവെൻഷണൽ വാർഫെയർ കേപ്പബിലിറ്റി ആകട്ടെ, തകർക്കുക എന്നത് ഒരു യുദ്ധതന്ത്രമാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിന്നെങ്കിലേ പറ്റൂ. അവർക്ക് ശക്തരായ അയൽ രാജ്യങ്ങളോട് മുട്ടം വെട്ടി നിലനിൽക്കാൻ ഒരുപക്ഷെ അവർ കയറി അടിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമണം നടത്തുന്നത് തീർച്ചയായിട്ടും ഒരു തന്ത്രം തന്നെയാണ്. യുദ്ധത്തിലും പ്രേമത്തിലും തീർച്ചയായും ഒരു നിയമങ്ങളും ബാധകമല്ല എന്നാണല്ലോ പഴഞ്ചൊല്ല്. അതുകൊണ്ട് ഈ നിയമങ്ങളൊന്നും ഇസ്രായേലിന് ബാധകമല്ല എന്ന് ഇസ്രായേൽ വരുന്നു. പക്ഷേ ലോക മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിപ്രായമുണ്ട്. തീർച്ചയായും നരഹത്യ തീർച്ചയായും അപലപിക്കപ്പെടേണ്ട കാര്യവുമാണ്. പക്ഷേ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇറാൻ ഇന്ന് തീവ്രമായ ഭീതിയിലാണ്. ഇറാൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് കണക്ക് ചോദിക്കും. ഹസൻ നസറുള്ള, തങ്ങൾ നട്ട് നനച്ച് വളർത്തിയ ഹമാസിൻ്റെ നേതൃത്വമായ ഹസൻ നസറുള്ളയുടെ വധത്തിന് ഞങ്ങൾ കണക്ക് ചോദിക്കും എന്ന് ഉശിരോടുകൂടി ആയത്തുള്ള അലി ഖമേനി പറയുമ്പോഴും അദ്ദേഹം അണ്ടർഗ്രൗണ്ടിൽ പോയിരിക്കുന്നു. അദ്ദേഹം ഒരു പരുവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അതും ഒരു യുദ്ധതന്ത്രം തന്നെയാണ്. തീർച്ചയായും ആ ഉന്നത നേതൃത്വത്തെ എലിമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ്റെ ഒരു അസ്തിത്വം തന്നെ അവിടെ ക്ഷയിക്കുകയാണ്. ഓർക്കൂ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്ര വലുതാണ്, സംസ്കാരത്തിൻ്റെ വിളഭൂമിയാണ്. ഇസ്രായേലിൻ്റെ 100 ഇരട്ടിയിലധികം ലാൻഡുള്ള ഒരു രാജ്യം. അതുമാത്രമല്ല, ജനസംഖ്യ ഇസ്രായേലിനേക്കാൾ 10 മടങ്ങ് വലിയ ജനസംഖ്യ, വലിയ സംസ്കാരത്തിൻ്റെ, മെസപ്പൊട്ടേമിയൻ, ബാബിലോണിയൻ, അസീറിയൻ സംസ്കാരത്തിൻ്റെ വിളനിലമായ ഇറാഖും ഇറാനും കൂടി ചേരുന്നൊരു ഭാഗം, സിറിയയും ഇറാഖും ഇറാനും ടർക്കിയുടെ തെക്കൻ ഭാഗങ്ങളും എല്ലാം ചേരുന്ന യൂഫ്രട്ടീസ് സൈക്കിൾ സിവിലൈസേഷൻ്റെ കിഴക്കൻ ഭാഗം, അതാണ് ഇറാൻ. ഇറാനാണ് ട്രഡീഷണൽ പേർഷ്യ. അപ്പോൾ പേർഷ്യൻ എംപയറിൻ്റെ ഒരു കാലഘട്ടം അല്ലേ, ആ ഒരു കാലഘട്ടത്തിൻ്റെയൊക്കെ ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ എന്നത് ചെറിയ രാജ്യം മാത്രമാണ്. എങ്ങനെ നോക്കിയാലും കിഴക്ക് മെസപ്പൊട്ടേമിയൻ, ബാബിലോണിയൻ, പേർഷ്യൻ, അസീറിയൻ, സുമേറിയൻ സിവിലൈസേഷൻ കിഴക്കും, പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ ആഫ്രിക്കൻ മേഖലയിൽ നൈൽ നദീതയുടെ സംസ്കാരം, ഫറവോന്മാർ നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു കാലഘട്ടവും, ഇതെല്ലാം 2000, 3000, 4000, 5000 വർഷം വരെ മുമ്പുള്ള കാലങ്ങളാണ്. ഈ കാലത്തിൻ്റെ എല്ലാം ബാക്കി പത്രം ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഇറാൻ ഇന്ന് ഭവിച്ചിരിക്കുന്ന ഒരു ചുരുങ്ങൽ, ഒരു അസ്തിത്വ ശോഷണം, അത് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. അത് ഇസ്രായേലിനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായി, അമേരിക്ക വിരുദ്ധതയുടെ ഭാഗമായി, ആ പ്രദേശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഇറാൻ നടത്തിയ ചില തന്ത്രപരമായ നീക്കങ്ങൾ പാളി എന്നതുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടി വരുന്നത്. അതുമാത്രമല്ല, സുന്നി അറബി ലോകവുമായും ഇറാൻ അത്ര രസത്തിലല്ല, സൗദി അറേബ്യയുമായി ഇറാൻ അത്ര രസത്തിലല്ല. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഒരു ഏകദേശ ധാരണയിലായി, ഒരു കരാറിലെത്തി നിൽക്കുകയാണ്, ഒരു സമാധാന കരാറിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഇറാൻ ജനതയും സൗദി ജനതയും 2 തലങ്ങളിൽ നിൽക്കുന്നു. ഒന്ന് ഷിയ രാജ്യമാണ്, മറ്റൊന്ന് സുന്നി രാജ്യമാണ്. ഒന്ന് അറബി രാജ്യമാണ്, മറ്റൊന്ന് നോൺ അറബി രാജ്യമാണ്. 2 സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. ഈ ഒരു വൈജാത്യമാണ് പലപ്പോഴും ഈ ഇസ്ലാമിക ലോകത്ത് തന്നെ നിലവിലുള്ള ഈ ഒരു പടല പിണക്കങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് പലപ്പോഴും ഇസ്രായേലിനെ അസ്തിത്വത്തിലേക്ക് നയിക്കുന്നത്. ഇസ്രായേലിന് നിലനിൽക്കാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ ശത്രുക്കളായി ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള അനൈക്യമാണ്. ഈ അനൈക്യത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇറാൻ്റെ നിലപാടാണെന്ന് മാത്രമാണ്. പക്ഷേ ഇറാനെ എഴുതി തള്ളാനുമാവില്ല. അത് മറുവശം കൊണ്ട് നമ്മൾ നോക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു വിശകലനം പൂർണ്ണമാകൂ. ഇറാൻ എഴുതി തള്ളാനാവില്ല എന്ന് പറഞ്ഞാൽ ഇറാന് ശക്തമായ സൈന്യമുണ്ട്, ഇറാൻ ആണവ പദ്ധതിയുണ്ട്. അത് ഡിക്ലെയർഡ് സ്റ്റേറ്റസ് ആയിട്ടില്ല, പക്ഷേ ഇറാൻ്റെ ആണവ പദ്ധതികൾക്ക് നേരെ ഇസ്രായേൽ എന്നും വാളോങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറാനിൽ ഇനി ഒരു ആക്രമണം നടന്നാൽ ഇറാൻ്റെ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആണവ കേന്ദ്രങ്ങൾക്കെതിരെ, യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഉണ്ടാകാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ എസ്കലേഷൻ്റെ അടുത്ത പടി സംഭവിച്ചാൽ അത് അങ്ങനെയാണാകുന്നത്. അപ്പോഴും ഇറാൻ്റെ നാവിക സാന്നിധ്യമുണ്ട്. 2 കടലിടുക്കുകൾ, ലോക വ്യാപാരത്തിൻ്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഒന്ന് ചെങ്കടൽ മേഖലയാണ്. ഇപ്പോൾ കപ്പലുകളെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും പഴയ പോലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി
തെറ്റി, ഒരുപാട് പണം മുടക്കി, ഒരുപാട് ദിവസങ്ങൾ നഷ്ടപ്പെടുത്തി പോകേണ്ടി വരുന്നു. എന്നാൽ ഈ പറയുന്ന ചെങ്കടലിലേക്ക് കയറുന്ന യമന്റെ തെക്ക് ഭാഗത്തുള്ള ആ ഭാഗം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹൂതികളാണ്. അപ്പം ചെങ്കടൽ വഴിയുള്ള വ്യാപാരം എത്തി നിൽക്കുന്ന സൂയസ് കനാലിലും, സൂയസ് കനാലിൽ നിന്ന് നേരിട്ട് ഈജിപ്റ്റ് ക്രോസ് ചെയ്ത് ചെറിയൊരു കനാൽ അത് ക്രോസ് ചെയ്ത് മെഡിറ്ററേനിയനിലേക്കും അവിടുന്ന് സദൺ യൂറോപ്പിലേക്കും എളുപ്പം പോകാവുന്ന ചരക്കുകൾ ഇന്ന് ദീർഘദൂരം പോകണം. അപ്പോൾ ഇറാന് ലോകത്തോട് വിലപേശാൻ കഴിയും ആ പ്രദേശത്തെ ഹൂതികളിലൂടെ നിയന്ത്രിച്ചുകൊണ്ട്. രണ്ടാമത്തെ ഭാഗം പേർഷ്യൻ ഗൾഫ് എന്നാണ്. പേർഷ്യ ഇറാനാണ്. പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത്, നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന ഉൾക്കടലാണ്. അപ്പോൾ ആ ഒരു ഉൾക്കടലിലേക്കുള്ള ആ ഒരു മുനമ്പ് നിയന്ത്രിക്കുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ ഒരു നാവികസേനയെ വെല്ലുവിളിച്ചുകൊണ്ട് പലപ്പോഴും മറ്റ് രാജ്യങ്ങൾക്ക് അവിടെ ഡോമിനേറ്റ് ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഇപ്പോഴും ഇറാന് ഉള്ളതുകൊണ്ട് ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായി എഴുതിത്തള്ളാനുമാവില്ല. ഹിസ്ബുള്ള ഒരുപക്ഷെ ക്ഷയിച്ചു പോയേക്കാം, ഹമാസ് ഒരുപക്ഷെ ഫിനിഷ്ഡ് ആയേക്കാം, പക്ഷേ ഇറാൻ എന്ന രാജ്യത്തെ എഴുതിത്തള്ളാനാവില്ല. ഇറാൻ ശക്തമായ രാജ്യമാണ്. പക്ഷേ ഇറാൻ്റെ നേതൃത്വം ഇന്ന് രണ്ട് രീതിയിൽ ചിന്തിക്കുന്നു. ആഞ്ഞടിക്കണമോ അതോ ഇപ്പോൾ സംയമനം പാലിക്കണോ എന്ന ഒരു വ്യാമിശ്രതയിലാണ് ഇറാൻ്റെ ഉന്നത നേതൃത്വം ഇപ്പോൾ.